കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉജ്ജ്വലമായൊരു അധ്യായമായി മാറിയ നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. എന്ന രണ്ടക്ഷരങ്ങളെ നെഞ്ചേറ്റിയ അനേകായിരം മനുഷ്യർ ആ അധ്യായത്തെ എപ്പോഴും വായിച്ചെടുക്കുന്നുണ്ട്. താൻ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിനായി ജീവിതം സമർപ്പിച്ച നേതാവ്. ആ യാത്രകൾക്കിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ എല്ലാവരുടെയും ആദരവും ആരാധനയും വി.എസിനൊപ്പം ചേർന്നു. ആ നേതാവിന്റെ വാക്കുകൾക്കായി നാടാകെ കാതോർത്തിരുന്ന നാളുകൾ. ഉറച്ച പാർട്ടിയാകുമ്പോഴും നിലപാടുകളിൽ അയവില്ലാതെ രാഷ്ട്രീയ ശരികൾക്കു വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തുകയും സഞ്ചരിക്കുകയും ചെയ്തു. ആ യാത്രകളിൽ നാടിനെയും മനുഷ്യരെയും പ്രകൃതിയെയും ബാധിക്കുന്ന ഓരോ വിഷയങ്ങളും അദ്ദേഹത്തിലൂടെ കടന്നുപോയി. ചെറുപ്പത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയും പിന്നീട് തൊഴിലാളി സംഘടനാ രംഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സജീവമായ വി.എസ്. ജനകീയ നേതാവായി അതിവേഗം രൂപാന്തരപ്പെട്ടു. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. കുട്ടനാടൻ മേഖലയിലെ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ കൃഷ്ണപിള്ള നിയോഗിച്ചതോടെ തുടങ്ങിയ രാഷ്ട്രീയ മുന്നേറ്റം. കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് സ്ഥൈര്യത്തിന്റെ പ്രതീകമായി മാറിയ വി.എസ്. വിട പറഞ്ഞിട്ട് ഒരു വർഷമാകുമ്പോഴും ആ ഓർമ്മകളുടെ വലിയ അധ്യായങ്ങൾ ആവേശമാണ് പ്രവർത്തകർക്ക്. നാടാകെ ആ രണ്ടക്ഷരത്തെ ഓർക്കുകയും ചെയ്യുന്നു. ഏജനറ്റ് ന്യൂസ്.